ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്ന് എനിക്കൊരു അവധിയുള്ളൊരു ദിവസമാണ്. സോ ഐ തോട്ട് ഓഫ് ഡൂയിങ് സംതിങ് പ്രൊഡക്റ്റീവ്. ലെറ്റ് സി, ഇന്നൊരു പ്രൊഡക്റ്റീവ് ഡേ ആവോ ലീസി ഡേ ആവോ എന്ന് നമുക്ക് കണ്ടറിയാം. സോ ഫസ്റ്റ് ആസ് യൂഷ്വൽ മൈ കോഫി. നമുക്കപ്പം കോഫി ഉണ്ടാക്കാം. കോഫി ആവുന്ന ടൈമിൽ നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാം. നോർമലി ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഐദർ സിറിയൽ ഓർ ബ്രെഡ് ആയിരിക്കും കഴിക്കുക. ഇതുപോലെ ഞാൻ ബ്രെഡ് വാങ്ങിച്ചിട്ട് ഫ്രീസറിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്യും. തന്നെ ആവശ്യമുള്ളപ്പോൾ ഇതുപോലെ ടോസ്റ്റ് ചെയ്ത് കഴിക്കും. സോ നമ്മുടെ കോഫി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ മോസ്റ്റ്ലി പാൽ ചൂടാക്കാറില്ല. തണുത്ത പാൽ അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഒഴിക്കുക ചെയ്യുന്നത്. ബിക്കോസ് ഇത് ഓൾറെഡി പാച്ചറൈസ് ചെയ്ത പാലാണ്. ഇത് ഞാൻ തലേ ദിവസം ഉണ്ടാക്കിയ മീൻകറിയും ചോറുമാണ്. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫിഷ് കറി, ബീൻസ് തോരനൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ അതൊരു ബൗളിലേക്ക് ആക്കി ഇനി ആ കറി ഉണ്ടാക്കിയ പാത്രം നമുക്ക് കഴുകി വെക്കാം. ഇടയ്ക്ക് ഞാൻ സ്പ്യൂൾ മെഷീനിൽ ഇടും കേട്ടോ. സ്പ്യൂൾ മെഷീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഷ് വാഷർ. ബട്ട് ഇന്ന് എനിക്കെന്തോ കഴുകാനുള്ള മൂഡ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനത് കഴുകി വെച്ചു. ബിക്കോസ് ഐ തോട്ട് ഓഫ് ഡൂയിങ് സംതിങ് പ്രൊഡക്റ്റീവ്. ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ സംസാരിക്കുന്നുണ്ടായിരുന്നു, ബട്ട് അതിൽ തീരെ ഒച്ചയില്ലാത്തതുകൊണ്ടാട്ടോ ഞാൻ വോയിസ് ഓവർ ആഡ് ചെയ്യുന്നത്. ഇത് വാൾഡ് ഫ്രൂട്ട് മാമലാഡ്, അതായത് വൈൽഡ് ഫ്രൂട്ട് ജാമാണ്. അപ്പം ഇത് ബ്രെഡിൽ തേച്ചിട്ട് കഴിക്കുകയാണ്. ആക്ച്വലി ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് ബ്രെഡ് ജാം ഞാൻ തൊട്ടില്ലായിരുന്നു, അത്ര എനിക്കിഷ്ടമല്ലായിരുന്നു. ബട്ട് ഇവിടെ വന്നിട്ട് ഞാനിപ്പം എല്ലാ തരം ബ്രെഡും കഴിക്കും. ബിക്കോസ് ജർമ്മനി ഈസ് ഫേമസ് ഫോർ ബ്രെഡ്. സോ ഇനി പല്ല് തേച്ച് കുളിച്ചിട്ട് വരാം. നോർമലി ഞാൻ ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റാണ് പല്ല് തേക്കുന്നത്. ബിക്കോസ് രാത്രി ഓൾറെഡി പല്ല് തേച്ചിട്ട് കിടക്കുന്നതുകൊണ്ട് രാവിലെ എണീക്കുമ്പോൾ വായിൽ വേറെ അണുക്കൾ ഉണ്ടാവില്ല. സോ ഇറ്റ്സ് പ്രാക്ടിക്കൽ ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് പല്ല് തേക്കുക. ദെൻ ഞാൻ കുളിച്ചിട്ട് മോയ്സ്ചറൈസിങ് ക്രീം ഇട്ടു. ദെൻ ബോഡി ലോഷനൊക്കെ ഇട്ടു. ദെൻ ഞാനൊരു ഡിയോ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആൻഡ് ദെൻ ലെൻസ് വെച്ചു. ഇടയ്ക്ക് ഞാൻ ഒറ്റ സ്ട്രെച്ചിൽ ലെൻസ് വെക്കൂട്ടാ. പക്ഷെ ചില സമയത്തൊരു സ്ട്രഗിളാണ്. ഫുൾ കരഞ്ഞ് പിടിച്ചിട്ടേ ലെൻസ് സെറ്റ് ആവുള്ളൂ കണ്ണിൽ. ദെൻ ഒരു ലിപ് ബാമും കൂടി ഇട്ട് കൊടുത്തു. അത്രേ ഉള്ളൂ എൻ്റെ സ്കിൻ കെയർ. ആൻഡ് ദെൻ ഈ ഒരു ഹുഡിയും കൂടി ഇട്ട് കൊടുക്കാം. സോ ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ്. ദെൻ ഞാൻ ഹെയർ ലെങ്ത്തിൽ മാത്രം ഒരു ഹെയർ സെറം പാൻറ്റീൻ്റെ തോന്നുന്നു, പാൻറ്റീൻ്റെ കെരാറ്റിൻ പ്രോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു ഹെയർ സെറം, അങ്ങനെ അതും അപ്ലൈ ചെയ്ത് കൊടുത്തു. സോ ഗൈസ്, ഇന്ന് ക്ലാസ് ഇല്ലെന്നേ ഉള്ളൂ. ബട്ട് കുറേ ആർബൈറ്റ്സ് ഓഫ് ത്രാഗ്, അതായത് കുറച്ച് സംഭവങ്ങൾ അസൈൻമെൻറ്റ്സ് ഉണ്ട്, ചെയ്തിട്ട് നമ്മൾ ഓൺലൈനായിട്ട് അപ്ലോഡ് ചെയ്യണം. യെസ്, ആൻഡ് എനിക്ക് കുറേ തുണികൾ അലക്കാനുണ്ട്. സോ ഐ തോട്ട് ഫസ്റ്റ് നമുക്ക് തുണികൾ അലക്കാനിടാം, എന്നിട്ട് വന്നിട്ടിരുന്ന് അസൈൻമെൻറ്റ്സ് ചെയ്യാം. സോ ഇത്രയും തുണികൾ എനിക്ക് അലക്കാനുണ്ട്. ഞാനിത് കളർ അനുസരിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യും. ബ്ലാക്ക്, ലൈറ്റ് കളേർഡ്, പിന്നെ ഒരു തരം കളേർഡ് ആയിട്ടുള്ളത് മിക്സ് ചെയ്ത് അങ്ങനെ 3 ഡിവൈഡ് ചെയ്തു. ഇതൊക്കെ കൊണ്ട് താഴേക്ക് പോകണം. സോ ഞാൻ താമസിക്കുന്നത് 2nd ഫ്ലോറിലാണ്. തുണി അലക്കാനുള്ളത് താഴെ അണ്ടർഗ്രൗണ്ടിലാണ്. അപ്പോൾ നമുക്കിനി തുണികളെല്ലാം കൊണ്ട് അണ്ടർഗ്രൗണ്ടിലേക്ക് പോവാം. ഇവിടെ കെല്ലറിലാണ് എല്ലാവരുടെ വാഷ് മെഷീൻസും ഇരിക്കുന്നത്. ഇവിടെ താമസിക്കുന്ന എല്ലാ ഫ്ലാറ്റ്സിലെ ആൾക്കാരുടെയും ഉണ്ട്. അണ്ടർഗ്രൗണ്ടിനാട്ടോ കെല്ലർ എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ വാഷ് മെഷീൻ. ഇതൊരു പഴയ മോഡലാണ് കേട്ടോ. സോ നമുക്ക് ഫസ്റ്റ് ബാച്ച് ഓഫ് തുണി ഇട്ട് കൊടുക്കാം. ഞാൻ ഡ്രസ്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ഡിറ്റർജൻസും ഡിഫറൻഷിയേറ്റ് ചെയ്താണ് യൂസ് ചെയ്യുന്നത്. ലൈറ്റ് കളർഡ് പിങ്ക് ലൈറ്റ് കളർ ഡ്രസ്സിനും, നടുക്കിരിക്കുന്നത് കളർഫുൾ ഡ്രസ്സിനും, ബ്ലാക്ക് ഡ്രസ്സിനുമാണ്. ആക്ച്വലി വാഷ് മെഷീനിൽ കുറേ സ്പേസ് ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ലൈറ്റ് കളേർഡും കളർഫുള്ളായതും ഒരുമിച്ചിട്ട് കൊടുത്തു. ആൻഡ് ഈ പിങ്ക് ലോഷൻ ഡിറ്റർജൻ്റ് എന്നല്ലേ പറയുന്നത്, അതും ഒഴിച്ചു കൊടുത്തു. ദെൻ ഇത് നമുക്ക് 40 ഡിഗ്രി ടെമ്പറേച്ചറിലിട്ടിട്ട് സ്റ്റാർട്ട് കൊടുക്കാം. ഇത് അറൗണ്ട് 2 hours എടുക്കും അലക്കി തീരാൻ. അസൈൻമെൻറ്റ്സ് ചെയ്യാനുണ്ട്. ബട്ട് ഫസ്റ്റ് ഞാൻ വിചാരിച്ചു എൻ്റെ റൂമൊന്ന് വൃത്തിയാക്കാം. കണ്ടോ, ഭയങ്കര മെസ്സായിട്ടാണ് കിടക്കുന്നത്. സോ ഇതൊന്ന് ഫസ്റ്റ് വൃത്തിയാക്കണം. സോ ഇതാണ് ബിഫോർ. നല്ല മെസ്സായിട്ട് കിടക്കുന്നൊരു റൂമായിരുന്നു. ദിസ് ഇസ് ആഫ്റ്റർ. നല്ല വൃത്തിയായി. റൂം വൃത്തിയാകുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി, പോസിറ്റീവ് വൈബ് കിട്ടും കേട്ടോ. നമുക്ക് വിൻഡോ, അതായത് ഫെൻസ്റ്ററൊക്കെ ഒന്ന് തുറന്നിട്ട് കുറച്ച് ലുഫ്റ്റും ചെയ്യാം. ലുഫ്റ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ എയറിങ്ങിനെ പറയുന്നതാണ് ലുഫ്റ്റും. ഇവിടെ ജർമ്മനിയിൽ നമുക്ക് റൂമിൽ വേറെ വെന്റിലേഷൻ ഉണ്ടാവില്ല. അപ്പം ഡെയിലി ഒരു 5 to 10 minutes മിനിമം വിൻഡോ തുറന്നിട്ട് ലുഫ്റ്റും ചെയ്യും. സോ ഇനി നമുക്ക് അസൈൻമെൻറ്റ് ചെയ്യാം. അതിന് മുന്നേ ഞാൻ ഈ ഇൻസെൻസ് സ്റ്റിക്ക് കത്തിച്ച് വെക്കും. ഇതിന് നല്ല സ്മെല്ലാണ് കേട്ടോ.
ഇത് ആക്ച്വലി കത്തിച്ച് വെക്കുമ്പം ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ എനിക്കൊരു മോട്ടിവേഷൻ കിട്ടും. എനിക്കറിയില്ല, എന്തോ ഈ ഒരു സ്മെല്ലിനൊരു പോസിറ്റീവ് എനർജി ഉണ്ട്. അതുകൊണ്ട് നമുക്കത് കത്തിച്ച് വെക്കാം. സോ ലാപ്പിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് ഞാനത് കുത്തി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അസൈൻമെൻറ്റ്സ് ആണ് ചെയ്യാനുള്ളതെന്ന്. ഗ്രൂപ്പിൽ കുറേ പേര് ഇങ്ങനെ മെസ്സേജ് ഇട്ടിട്ടുണ്ട്, വായിച്ചു നോക്കാം. പിന്നെ ഞങ്ങൾക്കെല്ലാം ടീംസിലാട്ടോ ഇത് അസൈൻമെൻറ്റ്സ് നോട്ട്സ് കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നത്. സോ നോക്കി നോക്കാം. സോ ഗൈസ്, ഒരു ആർബൈറ്റ്സ് ഓഫ് ട്രാക്ക് കഴിഞ്ഞു. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. ഞാൻ വിചാരിച്ചു കുറേ ഉണ്ടാവുന്നു, ബട്ട് 2 അസൈൻമെൻറ്റ്സ് ഉള്ളൂ കേട്ടോ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് അസൈൻമെൻറ്റ്സ് കഴിഞ്ഞു. പിന്നെ 2 ഞാൻ വിചാരിച്ച് ഇതും കൂടെ കഴിഞ്ഞാൽ തീരുന്നു. പക്ഷെ ഇതിനകത്ത് 2 അസൈൻമെൻറ്റ്സ് ഉണ്ട്. അതായത് ഈ ടീച്ചറുടെ അസൈൻമെൻറ്റിൽ 2 അസൈൻമെൻറ്റ് ചെയ്യാനുണ്ട്. ഓക്കെ, നോക്കി നോക്കാം. ഗൈസ്, ഒരു അസൈൻമെൻറ്റ് ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു. നമുക്കത് ഫുഡ് കഴിക്കാം. സോ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് തലേ ദിവസത്തെ ചോറും മീൻകറിയും ബീൻസ് തോരനും അച്ചാറും ഒക്കെയാണ്. തലേ ദിവസത്തെ മീൻകറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഈ മീൻകറിയും കൊള്ളായിരുന്നു, ലുക്കിലെങ്കിലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഫാമിലീനെ വീഡിയോ കോൾ ചെയ്തുകൊണ്ടാണ് ഫുഡ് കഴിക്കുന്നത്. ഞാനെപ്പോഴും കഴിക്കുമ്പോൾ വീട്ടിൽ വിളിച്ചിട്ട് കഴിക്കും. ബിക്കോസ് ഒറ്റയ്ക്ക് കഴിക്കുമ്പോൾ എനിക്കൊരു വിഷമമായിരിക്കും. അപ്പം ഞാനിങ്ങനെ ഫാമിലീനെ വിളിച്ചിങ്ങനെ എന്തെങ്കിലും കഥകളൊക്കെ പറഞ്ഞിങ്ങനെ എൻജോയ് ചെയ്ത് കഴിക്കും. അങ്ങനെ അവിടെ വീട്ടിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും ഇവിടുത്തെ ഓരോരോ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഫുഡ് കഴിക്കുകയാണ്. സോ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ഓഫ് ഡ്രസ്സ് അലക്കി കഴിഞ്ഞു. അത് നമുക്കെടുത്ത് ഉണക്കാനിടാം. ആക്ച്വലി ഇത് കീയാട്ടോ ഞാൻ തൂക്കിയിട്ടേക്കുന്നത്. കാരണം ഇവിടെ പുറത്ത് ഡോർ അടച്ചു കഴിഞ്ഞാൽ പുറത്തുനിന്ന് തുറക്കണമെങ്കിൽ നമുക്ക് കീ ഇല്ലാണ്ട് തുറക്കാൻ പറ്റില്ല, ഓട്ടോമാറ്റിക്കലി ലോക്ക്. സോ ഇവിടെ പോയാലും കീ എടുത്തുകൊണ്ട് പോകാം. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ട്രിപ്പ് ഓഫ് ടൂറിൻ്റെ അങ്ങനെ സെക്കൻഡ് ട്രിപ്പ് ഇട്ടു. അതിനകത്ത് ബ്ലാക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ സെക്കൻഡ് ട്രിപ്പ് അലക്കാനിട്ടു. ദെൻ ഫസ്റ്റ് ട്രിപ്പ് തുണികൾ ഞാൻ ഉണക്കാനിടുവാണ്. ഇതും അണ്ടർഗ്രൗണ്ടിൽ തന്നെയാണ്. ഇവിടെ ഫുൾ അണ്ടർഗ്രൗണ്ട് കളികളാണ് ഗൈസ്. സോ ഗൈസ്, നമ്മൾ തുണിയെല്ലാം ഉണക്കാനിട്ടു. ദെൻ നമ്മുടെ സെക്കൻഡ് ട്രിപ്പ് അവിടെ അലക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോണ്ട്രി ഡൺ. സെക്കൻഡ് ട്രിപ്പ് അലക്കി കഴിഞ്ഞായിരുന്നു, അത് ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നു. സോ ഈ റോബോട്ട് ഇവനാണ് എൻ്റെ റൂം വൃത്തിയാക്കുന്നത്. അപ്പോൾ അവനവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പം ഞാൻ പുറത്ത് ലിവിങ് റൂമിലിരുന്ന് ബാക്കി സെറ്റ് ഓഫ് അസൈൻമെൻറ്റ്സും കൂടെ ചെയ്യുവാണ്. സോ ഗൈസ്, ഞാൻ എൻ്റെ അസൈൻമെൻറ്റ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. സോ ഐ തോട്ട് എന്തെങ്കിലും കാണാമെന്ന്. സോ സ്റ്റാർ മ്യൂസിക് സീസൺ 6 തമിഴ് എപ്പിസോഡ് ധ്രുവ് വിക്രം വരുന്ന എപ്പിസോഡ് കാണുവാണ്. സോ എനിക്ക് വൈകുന്നേരം ഒരു പ്രോട്ടീൻ ഷേക്ക് കുടിക്കുന്ന ശീലമുണ്ട്. ഇത് ആക്ച്വലി ഞാൻ ജിമ്മിൽ പോകാൻ നേരത്ത് വാങ്ങിച്ചതാണ്. ഹേസൽനട്ട് ഫ്ലേവേർഡ് പ്രോട്ടീൻ ഷേക്കാണ്. ഇത് ആക്ച്വലി ഒരു കഥയുണ്ട്. ഇപ്പം ജിം മെമ്പർഷിപ്പ് ഞാൻ ഓൾറെഡി ക്യാൻസൽ ചെയ്തു കേട്ടോ, എൻ്റെ മടി കാരണം. ഞാൻ 4 മാസത്തോളം മെമ്പർഷിപ്പിന് പേ ചെയ്തു. പക്ഷേ ഈ 4 മാസത്തിൽ ആകെ 3 തവണ ഞാൻ ജിമ്മിൽ പോയുള്ളൂ. പിന്നെ എനിക്ക് തോന്നി ജിമ്മിൽ പോകുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ വെറുതെ പേ ചെയ്ത് വെറുതെ കാശ് കളയുന്നതെന്ന് പറഞ്ഞ് ഞാൻ മെമ്പർഷിപ്പ് ക്യാൻസൽ ചെയ്തു. ബട്ട് പ്രോട്ടീൻ പൗഡർ എടുത്ത് കളയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അത് ഞാൻ എവറി ഈവനിങ് ഇതുപോലെ ഷെയ്ക്ക് ചെയ്ത് കുടിക്കും. എൻ്റെ പ്രോട്ടീൻ ഷേക്ക് കുടിച്ചുകൊണ്ട് ബാക്കി കാണാം. ആക്ച്വലി എൻ്റെ സ്നാക്സ് എല്ലാം തീർന്നിരിക്കുകയാണ്. ഇപ്പം മന്തിൻ്റെ ആവാറായല്ലോ. സോ ഇനി ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ട് വേണം എന്തെങ്കിലും സ്നാക്സൊക്കെ വാങ്ങിക്കാൻ. സോ ഇപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ.
സോ ഫോർ ഡിന്നർ ഞാൻ സെയിം ഡിന്നറാണ് കഴിക്കുന്നത്. ഉച്ചയ്ക്ക് കഴിച്ച മീൻകറി, ബീൻസ് തോരൻ ആൻഡ് ചോറും. വൈ? ബിക്കോസ് ഞാനിപ്പം ഒരു ഫുഡ് ഉണ്ടാക്കുവാണെങ്കിൽ ഞാനത് 2 ദിവസത്തേക്ക് അല്ലെങ്കിൽ മാക്സിമം 2 ദിവസത്തേക്ക് അല്ലെങ്കിൽ 1.5 ദിവസത്തേക്ക് ഞാൻ പ്ലാൻ ചെയ്ത് ഉണ്ടാക്കുകയുള്ളൂ. ബിക്കോസ് ഇറ്റ് ഈസ് പ്രാക്ടിക്കൽ. എനിക്ക് ഡെയിലി കുക്ക് ചെയ്യാനുള്ള ടൈം ഉണ്ടാവാറില്ല. അപ്പോൾ ഞാനിത് കഴിച്ചുകൊണ്ടിനി എന്തെങ്കിലും സിനിമ ഓർ സീരീസ് കാണുവാണ്. സോ ഗൈസ്, ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഉറങ്ങാൻ വേണ്ടി റെഡി ആവാം. ഞാൻ ഡ്രസ്സ് മാറി നൈറ്റ് ഡ്രസ്സിലേക്ക് വന്നു. ദെൻ മൈ സ്കിൻ കെയർ റുട്ടീൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇവിടെ ഇപ്പം ജർമ്മനിയിൽ തണുത്ത വെതറാട്ടോ. സോ ഹീറ്റർ ഓൺ ചെയ്യുവാണ്. ഒരു 18 or 19 കിടന്നുറങ്ങാം. അല്ലെങ്കിൽ രാത്രിയാകുമ്പം തണുത്ത് വിറച്ച് ചാകും. അങ്ങനെ ഹീറ്റർ ഓൺ ചെയ്തു. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഹോപ്പ് യു ഗൈസ് എൻജോയ്. ബൈ ബൈ. ഗുഡ് നൈറ്റ്.